ഈശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കുന്നതിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും ദീർഘായുസ്സ് ലഭിക്കുന്നതിനും ജ്ഞാനലബ്ധിക്കും മനോനിയന്ത്രണത്തിനും ദാമ്പത്യ സൗഖ്യത്തിനും വേണ്ടി ശിവഭഗവാന് ചെയ്യേണ്ട ചില വഴിപാടുകൾ എന്തെല്ലാമെന്ന് നോക്കാം. ശിവൻ്റെ ഇഷ്ടപ്പെട്ട പുഷ്പമാണ് കൂവളത്തില. ഇഷ്ടപ്പെട്ട അർച്ചനകളാണെങ്കിൽ ആയുസൂക്ത അർച്ചന, സ്വയംവര പുഷ്പാഞ്ജലി, മംഗല്യ പുഷ്പാഞ്ജലി, ഉമാമഹേശ്വര പുഷ്പാഞ്ജലി തുടങ്ങിയവയാണ്. ഇഷ്ടപ്പെട്ട അഭിഷേകമാണെങ്കിൽ ധാരയും ഭസ്മാഭിഷേകവുമാണ്. ഇഷ്ടപ്പെട്ട ഹോമങ്ങളാണ് മൃത്യുഞ്ജയ ഹോമവും രുദ്രഹോമം, മഹാമൃത്യുഞ്ജയ ഹോമം തുടങ്ങിയവ. ഇഷ്ടപ്പെട്ട നിവേദ്യങ്ങളാണ് പാൽ നിവേദ്യവും ഇളനീർ നിവേദ്യവും. ഈ വഴിപാടുകൾ ചെയ്യുക വഴി ശിവഭഗവാനെ പ്രീതിപ്പെടുത്തുവാൻ വളരെ സഹായകമാകുന്നു. സന്താനലബ്ധിക്കും ദാമ്പത്യ ഐക്യത്തിനും രോഗമുക്തി നേടാനും സമ്പൽ സമൃദ്ധിക്കും സർവാഭീഷ്ടസിദ്ധിക്കും വേണ്ടി പാർവതി ദേവിക്ക് ചെയ്യേണ്ട ചില വഴിപാടുകൾ നോക്കാം. ദേവിയുടെ ഇഷ്ടപുഷ്പങ്ങൾ ചുവന്ന അരളി, താമര, ചെമ്പരത്തി, തുളസി എന്നിവയാണ്. ഇഷ്ടപ്പെട്ട അർച്ചനകളാണെങ്കിൽ പുഷ്പാഞ്ജലി, സഹസ്രനാമാർച്ചന, രക്തപുഷ്പാഞ്ജലി എന്നിവയുമാണ്. ഇഷ്ടപ്പെട്ട നിവേദ്യങ്ങളാണെങ്കിൽ പാൽ പായസം നിവേദ്യം, ത്രിമധുരം നിവേദ്യം, അവൽ നിവേദ്യം, നെയ്യപ്പം നിവേദ്യം എന്നിവയാണ്. നിങ്ങളുടെ ശത്രുക്കളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയും നല്ല ഉദ്യോഗം ലഭിക്കുന്നതിന് വേണ്ടിയും ആരോഗ്യവും സൗഖ്യവും ലഭിക്കുന്നതിന് വേണ്ടിയും വിഷ്ണു ഭഗവാന് ചെയ്യേണ്ട ചില വഴിപാടുകൾ നോക്കാം. വിഷ്ണു ഭഗവാന്റെ ഇഷ്ടപ്പെട്ട പുഷ്പം തുളസി, ചെത്തി എന്നിവയായതിനാൽ ഇവ വഴിപാടായി സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ്. വിഷ്ണു ഭഗവാന്റെ ഇഷ്ടപ്പെട്ട അർച്ചനയാണെങ്കിൽ വിഷ്ണു സഹസ്രനാമ സ്തോത്രം, വിഷ്ണു സൂക്തം, ഭാഗ്യസൂക്തം, പുരുഷ സൂക്തം മുതലായവ കൊണ്ടുള്ള അർച്ചനകളാണ്. ഏറ്റവും ഫലപ്രദമായി വിഷ്ണു ഭഗവാന് ചെയ്യേണ്ട ഹോമമാണെങ്കിൽ സുദർശന ഹോമവും ആണ്. ഇവയെല്ലാം ചെയ്യുന്നതിലൂടെ വിഷ്ണു ഭഗവാനെ പ്രീതിപ്പെടുത്തി നിങ്ങളുടെ ആഗ്രഹം സഫലമാകുന്നതിന് വളരെ സഹായകമാണ്.